ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറേ ഇതിനകത്ത് വന്ന കമൻസുകൾ വായിക്കുകയാണ്. ജസ്റ്റ് കമൻറ്റ് ഓരോന്നോരോന്ന് വായിച്ചിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. സനൽകുമാരൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പേയ്മെൻറ്റ് പ്രോസസ്ഡ് കാണിക്കുന്നുണ്ട് പക്ഷെ പെയ്ഡ് ആകുന്നില്ല, എന്താ കാരണം എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. പ്രോസസ്ഡ് കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 28 അല്ലെ 25-28 അതായത് 25 മുതൽ 28 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് മാത്രമേ പെയ്ഡ് എന്ന് കാണിക്കത്തുള്ളൂ. അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രോസസ്ഡ് എന്ന് കാണിക്കുന്ന അതിനകത്ത് $100 ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. $100 ആയെങ്കിൽ മാത്രമേ പെയ്ഡ് ആകത്തുള്ളൂ കേട്ടോ. ചിലരുടെ ഒക്കെ അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ 25 കിട്ടിയിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, 50 ഉള്ളവർക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരുടെ അക്കൗണ്ടിൽ ആ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പൊ പ്രോസസ്ഡ് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് വരും. ഇപ്പൊ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് കിടക്കുന്നത്, അത് 25 കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ $100 ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പിക്കുക. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് കഴിയുമ്പം താഴെ പേ ഔട്ട് എന്ന് പറയുന്ന ആ പോർഷനിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം. നെക്സ്റ്റ് പേയ്മെന്റ് ഓപ്ഷനകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ പ്രോസസ്ഡ് കാണിക്കുന്നത് $100 ആയില്ലെങ്കിലും ഇങ്ങനെ കാണിക്കും, അല്ല നമുക്ക് അതിന്റെ പേയ്മെന്റ് ഡേറ്റ് ആയില്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അതായത് സംഭവം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിന്റെ അർത്ഥം. അതിന് ഒട്ടും വിഷമിക്കേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഹോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. യുവർ പേയ്മെന്റ് ഹാസ് ബീൻ ഹോൾഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഹോൾഡ് ഒന്നും കാണിക്കാത്ത പക്ഷെ നിങ്ങൾക്ക് എന്തായാലും അത് 25-28 ഇടയ്ക്ക് വരും കേട്ടോ. ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട. സീന പറയുന്നത് ഞാൻ ഫസ്റ്റ് FB പോസ്റ്റ് ഇട്ടതിന് ശേഷം മാത്രമേ യൂട്യൂബിൽ ഇടത്തുള്ളൂ, അതാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാവരും അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വല്ലവരും ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജിനാകെ പണി കിട്ടും. അടുത്ത എൻ്റെ പേജ് ഫ്ലാഗ്ഡ് കണ്ടന്റ് ഉണ്ടെന്ന് FB പറയുന്നു. മോണിറ്റൈസേഷൻ ഫോർ റീൽസ് ആൻഡ് വീഡിയോസ് ഇല്ല. റിക്വസ്റ്റ് റിവ്യൂ കൊടുത്തു, റിവ്യൂ സെക്കൻഡ് ലെവൽ കഴിഞ്ഞു, തേർഡ് ലെവലായി നിൽക്കുന്നു. തേർഡ് ലെവൽ റിവ്യൂ എന്ന് തീരും. ഫ്ലാഗ്ഡ് ആയ കണ്ടന്റ് അവർ പറയുന്നില്ല. ഞാനിപ്പോൾ കോപ്പിറൈറ്റ് കണ്ടന്റ് ഇടാറേ ഇല്ല. പേജ് തുടങ്ങിയ കാലത്ത് 4-5 വർഷത്തിന് മുൻപ് ചില ഗൂഗിൾ ഫോട്ടോസ് വീഡിയോയിൽ ഇട്ടിരുന്നു. എന്താണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? ആ പഴയ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യണോ? ഇപ്പോൾ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരു 10 ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്ലാഗ്ഡ് കണ്ടന്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അലേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും അലേർട്ട് വന്ന് കിടപ്പുണ്ടോ എന്നുള്ളത്. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കാം. കാരണം ഇനി സ്ക്രീൻ റെക്കോർഡ് കാണിച്ച വീഡിയോ ലെങ്ത് ആയിപ്പോ അല്ലെ തന്നെ എനിക്ക് എന്നെക്കുറിച്ച് ഭയങ്കര കംപ്ലൈൻറ്റ്, ഞാൻ ഭയങ്കര വീഡിയോ ലെങ്ത് ആക്കുന്നു. അപ്പം സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ കാണിച്ചുതരാം. നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി നോക്കിക്കോളൂ. പിന്നെ ഫ്ലാഗ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ കണ്ടന്റ് നമ്മൾ എടുത്തിടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ വേറൊരാൾ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഇട്ടേക്കുന്നത് വേറൊരാൾ ക്ലെയിം ചെയ്തിട്ട്, അതായത് അവരുടെ കണ്ടന്റ് എടുത്തിട്ടിട്ട് നമ്മുടെ വീഡിയോയിൽ നിന്ന് അവരുടെ മണി ഏണിങ്സ്, നമുക്ക് കിട്ടേണ്ട ഏണിങ്സ് അവർ ക്ലെയിം ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടൊക്കെയാണ് ഈ ഫ്ലാഗ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന സാധനം വരുന്നത്. പിന്നെ ഫ്ലാഗ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടത്തില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ കുറേ കാലം എടുക്കും. നാളെ കിട്ടും, അല്ലെങ്കിൽ 2 മാസം 3 മാസം ഇങ്ങനൊന്നുമില്ല. ഒരു നല്ല കാലഘട്ടം കഴിഞ്ഞെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. എൻ്റെ 2-3 പേജുകൾ ഇതുപോലെ ഫ്ലാഗ്ഡ് കണ്ടന്റ് ആയിട്ട് 2-3 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റിൽ നമുക്ക് റിവ്യൂ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും അവരില്ല. കാരണം ഈ തേർഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേജിന് കുഴപ്പമൊന്നും ഇല്ല എന്നല്ല വരുന്നത്. ഈ തേർഡ് റിവ്യൂ കഴിയുമ്പോൾ ഫ്ലാഗ്ഡ് കണ്ടന്റ് വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിലും ഈ തേർഡ് റിവ്യൂ കഴിയുമ്പോൾ നിങ്ങളുടെ പേജിന് സ്റ്റിൽ നിങ്ങളുടെ പേജ് സ്റ്റിൽ പ്രോബ്ലം ആണ്. അതുകൊണ്ട് ഇപ്പൊ മോണിറ്റൈസേഷൻ തരാൻ പറ്റത്തില്ല എന്നുള്ള ഒരു റിപ്ലൈ ആയിരിക്കും ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. നമ്മുടേതല്ലാത്ത കണ്ടന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറയുന്ന അലേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഏതെങ്കിലും ഫേസ്ബുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു കണ്ടന്റിന് അലേർട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ജസ്റ്റ് പറ്റുന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഷോട്ട് കാണിക്കാം ഇവിടെ. അടുത്തതായിട്ട്, നിലവിൽ നഷ്ടപ്പെട്ട വലിയ പേജുകളുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടിയവർ ഉണ്ടോ? പോയ പേജുകൾ എത്ര മാസം കഴിഞ്ഞ് തിരിച്ചു കിട്ടി? എനിക്കത് സെയിം അക്കൗണ്ട് അല്ല, വേറൊരാളാണ് ചോദിച്ചേക്കുന്നത്. നിലവിലെ അക്കൗണ്ട് എൻ്റെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല
ഫോളോവേഴ്സ് ഉള്ള ഒരു പേജിന്റെ അക്കൗണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ നമുക്ക് വലിയ ഇതിനെക്കുറിച്ച് നോളജ് ഒന്നും ഇല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ ഒക്കെ വരുന്ന സമയത്ത് എൻ്റെ നല്ല റീച്ച് ഉള്ളതും നല്ല ഫോളോവേഴ്സ് ഉള്ളതുമായ എൻ്റെ പാട്ടിന്റെ പേജിന്റെ മോണിറ്റൈസേഷൻ 2 ടൈംസ് പോയി. ആദ്യത്തെ ടൈം പോയെന്ന് പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പോയതാണ്. കാരണം എനിക്ക് അറിയാൻ മേലാത്ത കാരണം ഞാൻ പാടിയ പാട്ടുകൾ തന്നെ വേറെ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്ത പാട്ടുകൾ ഞാൻ എൻ്റെ പേജിലും കൂടെ ഇട്ടു. അവർ ഓൾറെഡി അവരുടെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വീണ്ടും ഞാനും എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പാട്ട് തന്നെ അല്ലേന്ന് വിചാരിച്ചിട്ടത്. പക്ഷെ അതിനകത്തെല്ലാം കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ പേജിന്റെ മോണിറ്റൈസേഷൻ പോയി. പക്ഷേ ഇതുപോലെ ഫ്ലാഗ്ഡ് കണ്ടന്റ് അല്ല കേട്ടോ, ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ആണ് വന്നത്. ഞാൻ എൻ്റേതല്ലാത്ത അല്ലെങ്കിൽ എൻ്റെ പാട്ടുകൾ വേറെ പേജുകളുള്ള എല്ലാം ഒന്നും നോക്കിയില്ല, എല്ലാം ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം പല പ്രാവശ്യം റിവ്യൂ കൊടുത്ത് എനിക്കൊരു 4-5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടിയിട്ട്. നല്ല റീച്ച് ഉള്ള പേജാണ്, നല്ല ഫോളോവേഴ്സ് ഉള്ള പേജാണ് കേട്ടോ. അത് 100K അകത്തൊക്കെ ഉള്ള അടുത്തുള്ള പേജായിരുന്നു. പിന്നെ എൻ്റെ മോണിറ്റൈസേഷൻ ഒക്കെ തിരിച്ചു കിട്ടി. വീണ്ടും ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ മോണിറ്റൈസേഷൻ പോയി. അതെന്താ റീസൺ എന്ന് പറഞ്ഞാൽ ഇവർ വീണ്ടും ലിമിറ്റ് ഒറിജിനാലിറ്റി അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല ഇപ്പം. ആ ഒരു ഇതിലാണ് എൻ്റെ വീണ്ടും പോയത്. അപ്പോൾ എനിക്കറിയാം ഞാൻ ഇതിന് ശേഷം എൻ്റെ ഒരു കണ്ടന്റുകളും ഇടാറില്ല, വേറെ ആരുടെയും കണ്ടന്റ് ഇടാറില്ല. ഞാൻ തന്നെ ഇരുന്ന് ചെയ്യുന്നത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ തന്നെ മ്യൂസിക് ചെയ്യുന്നത്, അങ്ങനെയുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവർക്ക് റിവ്യൂ അയച്ചു, ദയവായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് റിവ്യൂ അയച്ചു. അപ്പൊ നെക്സ്റ്റ് ഡേയിൽ തന്നെ തലേ ദിവസം രാത്രിയിൽ എങ്ങാണ്ട് ഞാൻ കണ്ട അന്നേരം റിവ്യൂ അയച്ചു. എനിക്കൊന്ന് നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ കൂടിപ്പോയ 2 ദിവസം അതിനകം എൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു വന്നു. ബൈ മിസ്റ്റേക്കിൽ പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പക്ഷെ റീച്ച് വളരെ കുറഞ്ഞായിരുന്നു. പിന്നെ ഗ്രാജുവലി എൻ്റെ റീച്ച് ഞാൻ ഡെയിലി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കയറ്റി കൊണ്ടുവന്നേക്കാണ്. അപ്പൊ പേജ് തിരിച്ചു പോയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും. അത് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഫ്ലാഗ്ഡ് കണ്ടന്റ് എന്നൊക്കെ, ഫ്ലാഗ്ഡ് പേജ് അല്ലെ ഫ്ലാഗ്ഡ് കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ വളരെ പ്രയാസമായിരിക്കും, കുറേ കാലം എടുക്കുക കേട്ടോ തിരിച്ചു കിട്ടാനായിട്ട്. സങ്കടപ്പെടുത്താനൊന്നും പറയുന്നില്ല, പക്ഷെ അതിന്റെ റിയാലിറ്റിയാണ്. നമ്മൾ ഈ പേജിനെ പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും പിന്നെ ഇരിക്കല്. നമ്മൾ റാൻഡംലി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്കത് പ്രയോജനപ്പെടുത്തിയെടുക്കാം നമ്മൾ ഈ വേസ്റ്റ് ആക്കുന്ന ടൈമിൽ. അടുത്ത എൻ്റെ മോണിറ്റൈസേഷൻ അങ്ങനെ നിൽക്കാൻ ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, നമ്പർ തരുമോ? ID പ്ലീസ്. റിനി സൂരജ് എന്നാണ് എൻ്റെ ഇൻസ്റ്റ ID ഇട്ട്, RINISURAGE. അതിനകത്തോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയേ. മോണിറ്റൈസേഷൻ എന്തുകൊണ്ടാണ് പോയെന്നുള്ളതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് പേജ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അയ്യോ, അതിനെ പറ്റി ഞാൻ കുറേ മെയിൽ അയച്ചു നോക്കി, പിന്നീട് വേറൊരു പ്രൊഫൈൽ ഉണ്ടാക്കി, അതിൽ നിന്ന് പേജ് ക്രിയേറ്റ് സാധിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? അങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചു തരാം പറ്റുന്നുണ്ടെങ്കിൽ കേട്ടോ. എങ്ങനെയാണ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് അതിൻ്റെ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യാതിരിക്കേണ്ട ഓപ്ഷനൊന്നും ഇല്ല. നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ്, നിങ്ങളുടെ അക്കൗണ്ട് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടല്ല. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയാൽ നിങ്ങളുടെ ആ അക്കൗണ്ട് പേജ് പോലെ തന്നെ പ്രവർത്തിക്കും. നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും, മോണിറ്റൈസ് ആക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. നെക്സ്റ്റ്, എൻ്റെ ഫേസ്ബുക്ക് സസ്പെൻഡ് ചെയ്തു, അക്കൗണ്ട് പൂട്ടി. അയ്യോടാ, പ്രതീക്ഷ എന്ന് പറയുന്ന അക്കൗണ്ട്. എന്നാ പറ്റിയത്? റീസണും കൂടെ ഇനിയും പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് ഇടണേ. എന്തുകൊണ്ടാ റീസൺ എന്നുള്ളത്. മീൻസ് ഒത്തിരി പേരുടെ എനിക്ക് അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ട് ഇന്ന റീസണും കൊണ്ട് പൂട്ടി. അതായത് 3 സ്ട്രൈക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് അക്കൗണ്ട് പൂട്ടുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് കുറേ ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഒരേ മെയിൽ ID നിന്ന്. ഒരു മെയിൽ ID നിന്ന് ഇപ്പം നിങ്ങളൊരു 5 ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു പേജിൽ ഇന്ന് ഒരു സ്ട്രൈക്ക് വന്നു, അടുത്ത പേജിൽ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ സ്ട്രൈക്ക് വന്നു, അടുത്ത പേജിൽ അടുത്ത 3 മാസത്തിനകം സ്ട്രൈക്ക് വന്നു. അങ്ങനെ വന്നാൽ നിങ്ങളുടെ പേജുകൾ പൂട്ടിപ്പോകും കേട്ടോ. നിങ്ങളുടെ ഈ പേജുകളെല്ലാം പൂട്ടും. ഒരു പേജ് മാത്രമല്ല, ഈ പേജുകളെല്ലാം പൂട്ടും. കാരണം ഒരു ജിമെയിൽ അക്കൗണ്ടിലാണ് 3 മാസത്തിനകം 3 സ്ട്രൈക്ക് വരാൻ പാടില്ലാത്തത്. 3 സ്ട്രൈക്ക് കൂടുതൽ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അതിനകത്തുള്ള എല്ലാ ഫേസ്ബുക്ക് അക്കൗണ്ടുകളും പേജുകളും പൂട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ജിമെയിൽ അക്കൗണ്ടിൽ 3 മാസത്തിനകം ഒരു 2-3 സ്ട്രൈക്കിനകത്തേ വരാൻ പാടുള്ളൂ. 3 മാസം കഴിയുമ്പോൾ ആ സ്ട്രൈക്ക് പോവും. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അല്ല, 3 മാസത്തിനകം ഇതിനകത്ത് ഏത് അക്കൗണ്ടിൽ 3 സ്ട്രൈക്ക് വന്നാലും നിങ്ങളുടെ പേജുകളെല്ലാം പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അടുത്തതായിട്ട് പോളിസി ഇഷ്യൂ മാറ്റാൻ പറ്റുമോ? പോളിസി ഇഷ്യൂ മാറ്റാൻ പറ്റും, അതിൻ്റെ ഡിപ്പെൻസ് ഓൺ ആണ്.
അതായത് എന്ത് റീസണും കൊണ്ടാണ് ഈ പോളിസി ഇഷ്യൂ വന്നതെന്നുള്ളതിന്റെ അതിനകത്ത് കാണിക്കുമല്ലോ, അതിനകത്ത് കാണിക്കും. നമ്മുടെ ഒറിജിനൽ കണ്ടന്റുകളാണ് ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ളത്, മറ്റുള്ളവരുടെ കണ്ടന്റുകളാണ് കൂടുതലുണ്ടെന്ന്. അതിന് വലിയ കുഴപ്പമില്ല. നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പേജിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ വലിയ വയലേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള കാര്യം പ്രയാസമാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എൻ്റെ പ്രൊഫൈലിൽ യെല്ലോ ആയി കിടക്കാണ്, 1 വർഷമായി അങ്ങനെ കിടക്കുന്നു. പേജിന് കുഴപ്പമൊന്നുമില്ല. പോളിസി ഇഷ്യൂ നോക്കിയാൽ പോളിസി ഇഷ്യൂ ഒന്നും ഇല്ലെന്നായിരിക്കും കാണിക്കുന്നത്. പക്ഷെ എന്തോ ഒരു വയലേഷൻ വന്നിട്ട് യെല്ലോ ആയതാണ്. ഈ യെല്ലോ റെഡ് ആയി കഴിയുമ്പോഴാണ് പ്രശ്നം കേട്ടോ. ഇനി നമ്മുടെ പേജിന് വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഈ യെല്ലോ റെഡായി മാറും. ഈ യെല്ലോ എങ്ങനെയും ഇനി നമ്മൾ നമ്മുടെ സ്വന്തം കണ്ടന്റുകളൊക്കെ ഇട്ടിട്ട് ഈ യെല്ലോ വീണ്ടും ഗ്രീൻ ആയെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഏണിങ്സ് ഒന്നും കിട്ടുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അക്കൗണ്ടിൽ യെല്ലോ ഡോളർ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏണിങ്സ് നമുക്ക് കിട്ടത്തില്ല. ഡോളർ ചിഹ്നം ഗ്രീൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ഏണിങ്സ് കിട്ടത്തുള്ളൂ. ഇനി ഒരു വയലേഷൻ ആ പേജിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഈ യെല്ലോ റെഡായി മാറും കേട്ടോ. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ചാൽ മതി. ഇനി ഫേസ്ബുക്കിൽ സ്വന്തം കണ്ടന്റിൽ വീഡിയോ ചെയ്തിൽ അതിൽ മറ്റൊരാളുടെ ഓഡിയോ വെച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല കേട്ടോ. അവര് കോപ്പിറൈറ്റ് ഒന്നും എടുക്കാത്ത വീഡിയോകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ പലരും ഓൺ ആക്കിയിട്ടേക്ക്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഡിയോ ആൻഡ് വീഡിയോ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ പലരും, ഞാൻ തന്നെ അങ്ങനെ പലരുടെയും ഈ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, ഷോർട്ട് വീഡിയോ ഒക്കെ, മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ കുക്ക് ചെയ്ത് നോക്കിയിട്ട് അത് വീഡിയോ ചെയ്തിട്ട് അവരുടെ തന്നെ വോയിസ് എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. ഓഡിയോ എടുത്താലും കുഴപ്പമില്ല. വീഡിയോയ്ക്കാണ് ഈ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് എന്ന് പറയുന്ന സാധനം വരുന്നത്. ഓഡിയോയ്ക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. ഓഡിയോയ്ക്ക് വരുന്ന കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്ക് ഇതൊക്കെയാണ് വരുന്നത് ഓഡിയോയ്ക്ക് കേട്ടോ. അടുത്ത ചോദിക്കുന്നുണ്ട്, പേജ് മാത്രമല്ലേ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ കിട്ടുള്ളൂ, പ്രൊഫൈൽ എങ്ങനെയാ നോക്കുന്നത്? പ്രൊഫൈൽ ഇതുവരെ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ കാണാനുള്ള ഓപ്ഷൻ നമുക്ക് വന്നിട്ടില്ല. ചിലപ്പോൾ ഭാവിയിൽ വരുമായിരിക്കും. അടുത്തായിട്ട് ഫേസ്ബുക്കിൽ റീൽസ് ചെയ്യുന്നുണ്ട്, നികുതി വരുമാനം എങ്ങനെ ചേർക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് ആണ് കേട്ടോ. നമ്മുടെ പാൻ കാർഡിന്റെ അഡ്രസ്സ് അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിൽ പോയാലും അവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ കൊടുത്താൽ മതി. റെസ്ട്രിക്ഷൻ എങ്ങനെ ശരിയാക്കാം? അത് എന്ത് റെസ്ട്രിക്ഷൻ ആണ്? മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റ് ആയതാണോ അതോ പേജ് റെസ്ട്രിക്ഷൻ ആണോ? പല ടൈപ്പ് റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ ഫേസ്ബുക്കിൽ. അപ്പം മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റ് ആയതാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എന്ത് റീസണും കൊണ്ടാണ് നമ്മുടെ പേജിൻ്റെ മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റ് ആയെന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ. കൂടുതലായ എൻ്റെ ഒരു പേജാണ്. ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ഒരാൾ ഇവിടെ വിദേശത്തുള്ള ആരോ ഒരാൾ എൻ്റെ പേജിന് സ്ട്രൈക്ക് തന്നതാണ് കേട്ടോ. അങ്ങനെ ഫേസ്ബുക്ക് തന്നെ എൻ്റെ ഒരു വീഡിയോ റിമൂവ് ചെയ്തു. പക്ഷെ ഇന്ന് വരെ എൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടില്ല. സ്റ്റാർ വരെ അവരെടുത്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനി.